ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈ വരുന്ന ഓഗസ്റ്റ് 18-നാണ് നമ്മുടെ ഓണപ്പരീക്ഷ ആരംഭിക്കാൻ പോകുന്നത്. ഓണപ്പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന, ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ കുട്ടിയുടെയും മനസ്സിലുള്ള വലിയ സംശയമാണ്, കഴിഞ്ഞ വർഷം അഥവാ 2024-ൽ ഞങ്ങൾക്കൊരു പ്രോപ്പർ ഒഫീഷ്യൽ ഓണപ്പരീക്ഷ ഉണ്ടായിരുന്നില്ല. ഇത്തവണയും +2 വിദ്യാർത്ഥികൾക്ക് ഒരു പ്രോപ്പർ ഓണപ്പരീക്ഷ ഉണ്ടാവുകയില്ലേ, അതോ ഞങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ ചോദ്യ പേപ്പർ അടങ്ങിയ ഒരു പ്രോപ്പർ എക്സാം ആയിരിക്കുമോ വരാനിരിക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ പലരുടെയും മനസ്സിനകത്തുണ്ട്. അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഇത്തവണ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. കഴിഞ്ഞ വർഷം അഥവാ 2024-ൽ +2 വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടായിരുന്നു. അഥവാ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ പരീക്ഷയാണ് നടത്തേണ്ടത് എന്ന കൃത്യമായ ടൈം ടേബിൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലുള്ള മുഴുവൻ +2 വിദ്യാർത്ഥികൾക്കും ഒരു കോമൺ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നില്ല. ഓരോ സ്കൂളുകളിലും ഏത് ചാപ്റ്റർ വരെയാണോ എത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്കൂളിലും ആ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചർമാർ തയ്യാറാക്കുന്ന ചോദ്യ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓണപ്പരീക്ഷയ്ക്കുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഓരോ സ്കൂളുകളിലും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. ഒരു യൂണിഫോമിറ്റി ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. മക്കളെ, അതേപോലൊരു പരീക്ഷ തന്നെയാണ് ഇത്തവണയും നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അഥവാ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഓഗസ്റ്റ് 18-ന് ആരംഭിക്കുന്ന പോലുള്ളൊരു പ്രോപ്പർ ടൈം ടേബിൾ ലഭിക്കും. പക്ഷേ ഒരു പ്രോപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കേരളത്തിലെ എല്ലാവർക്കും കോമണായ ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഉള്ളൊരു ചോദ്യ പേപ്പർ ഇത്തവണ ഓണം എക്സാമിന് ഉണ്ടാവുകയില്ല. ഓരോ സ്കൂളുകളിലും എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യ പേപ്പർ പൊതുവെ ടീച്ചർമാർ തയ്യാറാക്കാനാണ് ഇത്തവണയും സാധ്യതയേറെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കുന്നത്? ടീച്ചർമാരുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, അതിപ്പോൾ നേരാവണ്ണം എഴുതിയാൽ എന്താ, എഴുതിയില്ലെങ്കിൽ എന്താ? നമ്മുടെ ടീച്ചർ ഉണ്ടാക്കുന്ന പരീക്ഷാ പേപ്പർ ആകുമ്പോൾ ഞങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പരമാവധി ഈസി ആയിട്ട് ആ പരീക്ഷ എഴുതാൻ പറ്റുമല്ലോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഈ മൊമെൻറ്റിലുണ്ടാവും. വളരെ സന്തോഷം നൽകുന്നൊരു വാർത്തയായിട്ടായിരിക്കും പലരും ഇത് തോന്നുക. പക്ഷേ കാര്യം അത്രത്തോളം എളുപ്പമല്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒരു അതോറിറ്റിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. 1-2 ചോദ്യങ്ങൾ മാത്രമായിരിക്കും ട്വിസ്റ്റഡ് ആയിട്ടോ നിങ്ങളെ കൺഫ്യൂസിംഗ് ആയിട്ടോ ഉണ്ടാവുക. ബാക്കിയുള്ള മേജർ ക്വസ്റ്റ്യൻസും PYQസിൽ നിന്ന് റിപ്പീറ്റഡ് ആയ ക്വസ്റ്റ്യൻ, സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുക. പക്ഷേ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ് ചോദ്യ പേപ്പർ ഇടുന്നതെങ്കിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് എന്താണോ പ്രധാനമായി തോന്നുന്നത്, അവരെന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് അതിലൂന്നിയുള്ള ചോദ്യ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. അതായത് സ്ഥിരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാളും ബുദ്ധിമുട്ടേറിയ ചോദ്യ പേപ്പർ ആയിരിക്കും സ്കൂളിൽ നടക്കാൻ പോകുന്ന ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമുക്ക് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത് എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണം, ഇപ്പോൾ 1-ാമത്തെ ചാപ്റ്റർ എടുത്തു, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന 1-ാമത്തെ ചാപ്റ്റർ എടുത്തു. ആ ചാപ്റ്ററിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഗോസസ് ലോൻ്റെ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ എന്തായാലും നിങ്ങളുടെ ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കും. സിമിലർ വേ ടോർക്കിൻ്റെ ഡെറിവേഷൻ പൊതുവെ എല്ലാ പരീക്ഷകളും കാണാറുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. സെക്കൻഡ് ചാപ്റ്റർ ആണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ സീരീസ് ഓർ പാരലൽ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അതുപോലെ തന്നെ C=A∈0/D എന്ന് പറയുന്ന ഡെറിവേഷൻ പല പരീക്ഷകളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ വീസ്റ്റം ബ്രിഡ്ജ് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. 4-ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ മൂവിംഗ് ചാർജസ് ആണെങ്കിൽ ബയോട്ട് സാവേർട്സ് ലോൻ്റെ അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ കൃത്യമായി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഒരു അൺഒഫീഷ്യലായി ടീച്ചർ ഇടുന്ന ചോദ്യ പേപ്പർ ആണെങ്കിൽ അവിടെയാണ് വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അഥവാ ടീച്ചർക്ക് എന്താണോ കൺവീനിയൻ്റ് ആയി തോന്നുന്നത്, ടീച്ചറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതാണോ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത് ആ രീതിയിലായിരിക്കും ടീച്ചർ ചോദ്യം ഇടുക. അത് ഈ പറയുന്ന റിപ്പീറ്റഡ് ആയ PYQസിൽ അത്രയും തവണ ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു പ്രോപ്പർ ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അതിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സിനെയും ഡിവിഷൻ ഉണ്ടാവും. ഉദാഹരണം, നമ്മുടെ മോഡൽ എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ 14 ചാപ്റ്ററിൽ നിന്നും ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും അതിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന തരത്തിൽ ഏറ്റവും കൃത്യമായ വെയിറ്റേജ് പ്രകാരമായിരിക്കും അവിടെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ ഒരു അൺഒഫീഷ്യൽ എക്സാം ആയതിനാൽ തന്നെ ഒരു ചാപ്റ്ററിൽ നിന്ന് സാധാരണ ബോർഡ് എക്സാമിന് ചോദിക്കുന്ന വെയിറ്റേജിൻ്റെ 2-3 ടൈംസ് വെയിറ്റേജിന് അവിടെ ചോദ്യങ്ങൾ വരും. അതായത് ഒരു ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു 6 മാർക്കിൻ്റെ ചോദ്യം വരുമെങ്കിൽ ഇവിടെ എത്ര മാർക്കിന് ചോദ്യം വരും? 18 മാർക്കിനോ 20 മാർക്കിനോ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ ആ ചാപ്റ്ററിലെ എല്ലാ മൊക്കിൽ നിന്നും മൂലയിൽ നിന്നും ചോദ്യങ്ങൾ വരും. എല്ലാ മാക്സിമം ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന തരത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അവിടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കില്ല, അവിടെ PYQs മാത്രമായിരിക്കില്ല, NCERT ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കില്ല. ടീച്ചറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ടീച്ചർക്ക് എന്താണോ കൺവീനിയൻ്റ് ആയി തോന്നുന്നത് ആ ചോദ്യങ്ങൾ ഉറപ്പായും ചോദ്യ പേപ്പർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അടുത്തൊരു കാര്യം, സാർ സപ്പോസ് ഓണപ്പരീക്ഷയിൽ ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞെന്നിരിക്കട്ടെ, ഞങ്ങൾക്ക് എന്താണ് നഷ്ടമാവാൻ പോകുന്നത്? ഒരു ഒഫീഷ്യൽ എക്സാം അല്ലാലോ, പിന്നെന്താ ഞങ്ങൾക്ക് പേടിക്കാനുള്ളത്? ഒരു യൂണിറ്റ് ടെസ്റ്റിൻ്റെ ലാഘവത്തോടുകൂടി ഞങ്ങളതങ്ങ് തള്ളിക്കളഞ്ഞാൽ പോരെ എന്ന് പലരും വിചാരിക്കാം. മക്കളെ, അങ്ങനെയല്ല. നിങ്ങളുടെ പ്ലസ് ടുവിലെ സി മാർക്കൊക്കെ പലപ്പോഴും ഈ എഴുതാൻ പോകുന്ന ഓണപ്പരീക്ഷയ്ക്കൊക്കെ വലിയ റോളുണ്ട്. നിങ്ങളുടെ സി മാർക്ക് പലരുടെയും ഈ ഓണപ്പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിനനുസരിച്ച് മാറാനുള്ള സാധ്യതയും ഏറെയാണ്. അതിനാൽ തന്നെ വലിയ സീരിയസ്നെസ്സോടുകൂടി തന്നെ ഈ പറയുന്ന ഓണപ്പരീക്ഷയെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൃത്യമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള കിഡിലൻ സ്റ്റഡി പ്ലാനുമായിട്ട് സൈലം ടീം വരുന്നുണ്ട്. കാത്തിരിക്കുക, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഓണപ്പരീക്ഷയിൽ എന്തു പഠിക്കണം, എങ്ങനെ പഠിക്കണം, ചുരുങ്ങിയ ദിവസത്തിൽ എങ്ങനെ പഠിക്കും എന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സൈലം നൽകുന്നുണ്ട്. അതിനുവേണ്ട റിവിഷൻ ക്ലാസ്സുകളും സൈലം നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിട്ടുണ്ട്. അതെപ്പോഴാണ് ആരംഭിക്കുക, അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, ക്വസ്റ്റ്യൻസ് മാത്രമാണോ, ഫുൾ ചാപ്റ്റർ റിവിഷൻ ആയിരിക്കോ എന്നെല്ലാമുള്ള ഡീറ്റെയിലിങ്ങിനായിട്ട് കാത്തിരിക്കുക മക്കളെ. സൈലം കൂടെയുണ്ട്. ഗംഭീരമാക്കാം, നമുക്ക് തകർക്കാം. നമുക്ക്